നമസ്കാരം. 2025 വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിലേക്ക്, സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. 2025 ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളിക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ലീവ് എടുത്ത് വ്യക്തിയെ സംരക്ഷിക്കുന്നൊരവസ്ഥയെല്ലാം കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് ആരോഗ്യപരമായ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കൂടെ നിൽക്കുകയും അവരെ സംരക്ഷിക്കുകയും അവർക്കൊരു ആശ്വാസം നൽകുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള അവസരങ്ങൾ ഈ ഒരു വർഷം ഉണ്ടാകുക തന്നെ ചെയ്യും. ആ അവസരങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ഒരു സ്നേഹം, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തിയിൽ കാണിക്കുവാൻ കിട്ടുന്നൊരവസരമാണ്. ഒരാൾക്ക്, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു വിഷമഘട്ടം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും കൂടെ നിന്ന് അവരെ പരിചരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ കൂടെ നിൽക്കുവാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നതും. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് രോഗങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് മോചിതനാകുവാനും അല്ലെങ്കിൽ അവർക്ക് മെൻ്റലി നല്ല ഒരു സ്ട്രോങ് ആയി മാറുവാനും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ തന്നെ മറികടന്ന് മാനസികമായ സന്തോഷത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ കുടുംബജീവിതത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും 2025. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. തൊഴിലിൽ നല്ല മാറ്റങ്ങൾ നേടുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ജോലി സംബന്ധമായി നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ നേട്ടം വന്നു ചേരും. മാനസിക സന്തോഷം വർദ്ധിക്കുക തന്നെ ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുടുംബജീവിതത്തിലൊക്കെ സന്തോഷം വർദ്ധിക്കുവാൻ വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോയി സന്തോഷകരമായ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്യുക. കടമിടപാടുകൾ, അതായത് പണപരമായി കടം വാങ്ങുന്ന ഇടപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. തിരികെ കൊടുക്കുവാൻ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന സമയത്ത് സാധിക്കില്ല. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കാൻ ശ്രമിക്കുന്നതും നല്ലത് തന്നെയായിരിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്ക് അതിൽ ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നു, നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ആ ജോലിക്ക് പോകുവാനും നമുക്ക് ആ ജോലി സംബന്ധമായി ധനലാഭം ഉണ്ടാകാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ബന്ധു ഗുണം മുഖേന ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. മാതാവിന് വേണ്ടിയോ അല്ലെങ്കിൽ മാതാവിൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടിയോ ധനപരമായ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ധനങ്ങൾ ചിലവാക്കേണ്ടി വരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അപ്പോൾ മാതാവിൻ്റെ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കുക, നിങ്ങൾ അതിനോടൊപ്പം നിന്ന് സഹകരിക്കുക, അവരെ സംരക്ഷിക്കുകയെല്ലാം ചെയ്യുന്നത് നല്ല കാര്യം തന്നെയായിരിക്കും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലസത ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. വിദ്യാർത്ഥികൾ അവരുടെ പഠന കാര്യങ്ങൾ നാളത്തേക്ക് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നൊരവസ്ഥയും ഈ ഒരു സമയം കാണുന്നുണ്ട്. സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. ടെസ്റ്റുകൾ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ, അവർ ഈ ഒരു മടിയും അലസതയും എല്ലാം മാറ്റിവെച്ചു ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ധാരാളം പണം ചിലവാക്കുന്ന ഒരു വർഷമായിരിക്കും 2025. വിവാഹം വാക്കുറപ്പിക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. ഏറെ നാളായി നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളി നേടണം എന്ന് വിചാരിച്ച് ഒരുപാട് ധനമെല്ലാം ചിലവാക്കി അലഞ്ഞു നടന്നിരുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം അങ്ങനെ ഒരാളെ കണ്ടെത്തുവാനും അതൊരു വിവാഹത്തിൽ എത്തിച്ചേരുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷമായിരിക്കും 2025. വാഗ്ദോഷം മൂലം അപവാദങ്ങൾ കേൾക്കാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷമാണ്. നിങ്ങളുടെ സംസാരം വളരെയധികം നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വാഹനങ്ങളിൽ നിന്നും ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനെല്ലാം സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. കാലാവസ്ഥയ്ക്കനുസരിച്ച് ചെറിയ രീതിയിലുള്ള രോഗസാധ്യതകളും കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്.
ബുദ്ധിമുട്ടുള്ള യാത്രകൾ നിങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. യാത്രയിലൂടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ ഈ ഒരു വർഷം കൂടുതലായി കാണുന്നുണ്ട്. സഹപ്രവർത്തകർ നിമിത്തം നിങ്ങൾക്ക് മാനസിക വിഷമങ്ങൾ ഒരുപാടുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷമാണ്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് സഹപ്രവർത്തകരുടെ ദോഷകരമായ അനുഭവങ്ങൾ, അത് ദോഷകരമായ പ്രവൃത്തികൾ ഈ ഒരു സമയം നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. കുടുംബത്തിനുള്ളിൽ സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളോട് നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സുഹൃത്തുക്കളുടെ സഹായം മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാമ്പത്തിക സഹായമല്ലാതെ മറ്റിടപെടലുകൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ഗ്രഹനിർമ്മാണം പുരോഗതിയിലോട്ട് എത്തിച്ചേരുന്ന ഒരു വർഷമായിരിക്കും 2025. അതിനുവേണ്ടി ധനം നിങ്ങൾ തേടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായും ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ കൃത്യമായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് മറക്കുവാനും കഴിക്കാതിരിക്കുവാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധ കൂടുതലായി നോക്കുന്നത് നല്ലതായിരിക്കും. പഴയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും സുഹൃത്തുക്കളുടെ ഒരുപാട് കഴിവുകൾ മൂലം നിങ്ങൾക്ക് അംഗീകാരങ്ങളും നേട്ടങ്ങളും ഉണ്ടാകാനും സാധിക്കും. ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതിനും ഗുണഫലങ്ങൾ ഒരുപാടായി ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ദേവിയെ പ്രാർത്ഥിക്കുക, ദേവീ ക്ഷേത്ര ദർശനം നടത്തുക, ദേവിക്ക് പുഷ്പാഞ്ജലികൾ അർപ്പിക്കുക, ദേവിയുടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും.